ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഐ എം രാജി. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് മിറ്റോരി ഡേയ്സ്. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ദിവസം നല്ലൊരു മഴയത്ത് കോടയില്ലേ, നമ്മുടെ മിഡോരിയുടെ ക്ലാസ്മേറ്റ് ഫ്രണ്ട്, അവൻ അങ്ങനെ നടന്നു പോവായിരിക്കും. പെട്ടെന്ന് അവനെ മിഡോരി വിളിക്കും. അപ്പൊ ഗോഡ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പം നമ്മുടെ മിഡോരി സ്കൂൾ ഡേയ്സിലത്തെ പ്രായം ഉണ്ടാവില്ലേ, ആ പ്രായത്തിൽ അവിടെ ഇങ്ങനെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയായിരിക്കും. അപ്പൊ ഗോഡ വേഗം അവളുടെ അടുത്തേക്ക് പോകും. പോയിട്ട് പറയും, എന്നാ കൊട പിടിച്ചോ, അല്ലെങ്കിൽ മഴയത്ത് നനഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പനി പിടിക്കില്ലേന്ന് ചോദിക്കും. അപ്പൊ മിഡോരി ചോദിക്കും, എവിടെയാ മഴയോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഗോഡയും മിഡോരിയുടെ അതേ പ്രായത്തിലാവും. എന്നിട്ട് ഗോഡ വന്ന് അടുത്തിരിക്കും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്താ വായിച്ചോണ്ടിരിക്കണേന്ന് പറയും. അപ്പൊ മിഡോരി പറയാൻ സമ്മതിക്കില്ല. അപ്പൊ അവൻ പറയും, നീ പറ. അപ്പൊ അവള് ചോദിക്കും, നീ ചിരിക്കൊന്നും ചെയ്യരുത്, ഞാൻ പറയാന്ന് പറയും. ഞാൻ ചിരിക്കില്ല, നീ പറയുന്നു പറയുമ്പോൾ നമ്മുടെ ഡിസ്നി പ്രിൻസസ് ഇല്ലേ, സ്നോ വൈറ്റ്, ആ സ്റ്റോറി ആയിരിക്കും അവള് വായിച്ചോണ്ടിരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ ആ സ്നോ വൈറ്റിലത്തെ പ്രിൻസസ് ഡീപ് സ്ലീപ്പിൽ പോകുന്ന ആ രംഗമായിരിക്കും ആ പിക്ചറിൽ ഉണ്ടാവുക. പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ ആ കാട്ടിന്റെ ഒരു സൈഡില് മിട്ടോരി അതേപോലത്തെ ഒരു കട്ടില് ഡീപ് സ്ലീപ്പിൽ കിടക്കായിരിക്കും. അപ്പൊ ഇവൻ അടുത്തേക്ക് പോകും. അടുത്തോട്ട് പോയിട്ട് മിട്ടോരിന്ന് വിളിക്കും. പെട്ടെന്ന് അവൻ ആ കഥ ഓർമ്മ വരും. സ്നോ വൈറ്റിലത്തെ പ്രിൻസസിനെ വന്നിട്ട് പ്രിൻസ് അല്ലേ ഉമ്മ വെച്ച് എണീപ്പിക്കുക. അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും കുതിരപ്പുറത്ത് ആ പ്രിൻസ് ഇങ്ങനെ വരുന്നതായിട്ട് അവന് തോന്നും. അപ്പൊ ആ പ്രിൻസിന്റെ മുഖം നോക്കുകയാണെങ്കിൽ നമ്മുടെ സേജിയുടെ മുഖമായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഗോഡ ഞെട്ടി വിളിച്ച് എണീക്കുന്നത് ഉറക്കത്തുനിന്നായിരിക്കും. അവൻ സ്വപ്നമായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക. എന്നിട്ട് അവൻ ഇങ്ങനെ മനസ്സിൽ കരുതും, സ്നോ വൈറ്റ് ശരിക്കും പ്രിൻസസിന്റെ ട്രൂ ലവർ കിസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസസ് എണീക്കും എന്നങ്ങനെ അവൻ മനസ്സിൽ കരുതും. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേജിയും മിട്ടോരിയും അങ്ങനെ സേജിന്റെ 2 ബോയ് ഫ്രണ്ട്സും പിന്നെ അവരുടെ ഒപ്പം 3 ഗേൾസും ഒക്കെ കൂടിയിട്ട് ഒരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് അവര് ഗെയിം ഒക്കെ കളിച്ച് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അതിൽ നോക്കുമ്പോൾ നമ്മുടെ ടാക്കോയും ഉണ്ടാവും. സേജിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആളെ നടന്നില്ലേ, ആ പെങ്കുച്ചും ഉണ്ടാവും. ശരിക്കും ടാക്കോയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല അവിടെ വരാൻ വേണ്ടിയിട്ട്. സേജ് വരണ കാര്യമൊന്നും അവൾക്ക് അറിയില്ല. ഇങ്ങനെ ഒന്നും ഗെറ്റ് ടുഗദറിന് വരാൻ അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അവളുടെ 2 ഫ്രണ്ട്സ് നിർബന്ധിച്ച് അവളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ അങ്ങനെയായിരിക്കും അവൾ അവിടെ വന്നിട്ടുണ്ടാവുക. അങ്ങനെ അവൾ അവിടെ വന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ സേജിന്റെ ഫ്രണ്ട്സും ആയിരിക്കും. അപ്പൊ അവൾക്ക് ആകെ കൂടെ കിളി പോകും. എന്നിട്ട് അവൾ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് പോകും. അപ്പത്തേനും അവൾ എന്താന്ന് അറിയാ കരുതുക, അവൾക്ക് പകരം വേറെ ഏതെങ്കിലും പെൺകുട്ടീനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പൊ അവൾ തിരിച്ചു വന്ന് പിന്നെ അവിടെ വന്നിരിക്കും. എന്നിട്ട് അവളുടെ 2 ഫ്രണ്ട്സ് അവളുടെ അടുത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് പറയും. അപ്പോഴായിരിക്കും സേജ് അവളെ നോക്കണേ. അവന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് അവന് മനസ്സിലാവില്ല. എന്നിട്ട് അവൻ അവളെ നോക്കുമ്പോഴത്തേനും അവന് ഭയങ്കര ഇഷ്ടമാവും. അവൻ ഇങ്ങനെ വിചാരിക്കും, എന്ത് ഭംഗിയാണ്, എന്ത് ഹോട്ടാണ് അവളെ കാണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് അവൻ വിചാരിക്കും, ഇത്ര വർഷത്തെ കാത്തിരിപ്പ് ഞാൻ എന്തായാലും കളയില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതും. എന്നിട്ട് സേജിന്റെ ഫ്രണ്ടില്ലേ, നിനക്ക് ആ പെണ്ണിനെ വേണോന്ന് ചോദിക്കും. അപ്പൊ അവൻ വേണമെന്ന് പറയും. അപ്പൊ അവന്റെ ഫ്രണ്ട് പറയും, ആ കാര്യം നീ എന്റെ അടുത്ത് വിടും, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവര് ഒരു ഗെയിം കളിക്കാൻ പറയും. ഈ പോക്കി സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവം വായിൽ രണ്ടുപേരും ഓപ്പോസിറ്റ് വെച്ചിട്ട് കടിച്ച് 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 വരുമ്പോൾ ലാസ്റ്റ് ഉമ്മ വയ്ക്കണ ഒരു പരിപാടി. അത് സേജിയുടെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട് ആയിരിക്കും ഈ പരിപാടിക്ക് മൊത്തം കാരണം. അത് നമ്മുടെ മിട്ടോരിക്ക് ഒട്ടും ഇഷ്ടാവില്ല. മിട്ടോരി പോക്കറ്റിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കാറും. കാരണം സേജി അവളെ എടുത്ത് പോക്കറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ടാക്കോയ്ക്കും ഇത് ഇഷ്ടം ഉണ്ടാവില്ല. അവളും ഇഷ്ടമല്ലാണ്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് സേജി എന്തെന്നറിയോ, ആ സ്റ്റിക്കിനെ വേഗം 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 കടിച്ച് 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 വരും. അപ്പൊ നമ്മുടെ മിട്ടോരിക്ക് ഇഷ്ടാവോ? ഇഷ്ടാവില്ല. അവൾ എന്തെന്നറിയോ, പോക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് അവള് വലിച്ചൂരി എടുത്തിട്ട് അവൻ ഇരിക്കുന്ന സ്റ്റൂളിൽ പിടിച്ച് വലിക്കും. പക്ഷെ മിട്ടോരിനെ കൊണ്ട് സേജിനെ തള്ളാൻ പറ്റുണ്ടാവില്ല. എന്നിട്ട് അവൻ ഇങ്ങനെ വിചാരിക്കും, ഇത്ര കാലം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞാൻ ഈ കിസ് മിസ് ചെയ്യില്ല, എനിക്ക് കിസ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കേറി കേറി വരും. എന്നിട്ട് ടാക്കോക്കോ ഇങ്ങനെ വിചാരിക്കും, എന്റെ ഫേവറേറ്റ് പേഴ്സൺ അല്ലേ സേജി, സേജിന്റെ ഫസ്റ്റ് കിസ് എനിക്ക് ഇങ്ങനെയാണോ കിട്ടുക, ദൈവമേ എന്ന് പറഞ്ഞിട്ട് എന്തെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് കണ്ണു മൂടും. കണ്ണു മൂടിയിട്ട് അവള് പതുക്കെ കണ്ണ് തുറക്കുമ്പോ സേജി വല്ല ആക്രാന്തം മൂത്തിട്ട് ഈ സോംബിനെ പോലെ ഇങ്ങനെ കടിച്ച് 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 വരുന്നുണ്ടാവും. എന്നിട്ട് ടാക്കോക്കോ എന്ത് ചെയ്യുന്ന അറിയോ, അവളുടെ കൈ എടുത്തിട്ട് ഒരൊറ്റ ഇടി കൊടുക്കും. സേജി പോയി പറന്നു പോയി വീഴും. അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫ്രണ്ട്സ് ഒക്കെ അന്ന് വിട്ട് നോക്കി നിൽക്കും. എന്നിട്ട് അവള് പറയും, കഴിഞ്ഞു, മതി, നിർത്തിക്കോ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവളുടെ ഫ്രണ്ട് പറയും, നിക്ക് ടാക്കോക്കോ നിക്ക് എന്ന് പറയും. അവള് അതൊന്നും കേൾക്കില്ല. അവൾ അവിടെ നിന്ന് പോവും. എന്നിട്ട് സേജിയുടെ ഫ്രണ്ട് വന്നിട്ട് സേജി എണീക്കാൻ പറയും. സേജി എന്നിട്ട് മിട്ടോരിനെ നോക്കും. മിട്ടോരി എന്തായാലും സമാധാനം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ നടന്ന് വീട്ടിലോട്ട് പോവായിരിക്കും. അപ്പൊ മിട്ടോരി പറയും, അവൾ അത്ര അടുത്ത് വന്നു, എന്തായാലും നന്നായി, ലാസ്റ്റ് കിസ്സിൽ അവസാനിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പൊ സേജിക്ക് ദേഷ്യം വരും. സേജി പറയും, നന്നായി പോയി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ നടക്കുമായിരിക്കും. എന്നിട്ട് മിട്ടോരി പറയും, അതെന്തായാലും നന്നായി നടക്കാത്തത്, ഫസ്റ്റ് കിസ്സൊക്കെ ശരിക്കും സീക്രട്ട് ആയിട്ട് നടക്കണം,
നടക്കേണ്ട കാര്യമല്ലേ എന്ന് പറയും. എന്നിട്ട് സേജിക്ക് അതൊന്നും ആയിരിക്കില്ല സങ്കടം. സേജിക്ക് അവളുടെ ഫോൺ നമ്പർ വായിക്കാൻ പറ്റിയില്ലല്ലോ ഇത്ര അടുത്ത് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരിക്കും. അപ്പൊ മിട്ടോരി പറയും, സേജി ഇത് നോക്ക്, ഞാൻ പറയണ കേക്ക് എന്ന് പറയും. എന്നിട്ട് മിട്ടോരി പറയും, നോക്ക് ഇങ്ങനെയാണ് കിസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവള് പിന്നെയും പറയാൻ വേണ്ടിയിട്ട് വരുമ്പോ സേജി അവിടെ കിടന്ന് കാറും. നീ ഒന്നും മിണ്ടാതിരിക്കോ, എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് കാറും. അപ്പൊ എന്നിട്ട് പെട്ടെന്ന് അവൻ നിർത്തിയിട്ട് മിട്ടോരി ചോദിക്കും എന്താ പറ്റി ചോദിക്കും. പിന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും സേജി. അപ്പൊ അവർ രണ്ടുപേരും നോക്കുമ്പോ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ സേജി പറയും ചിലപ്പോൾ അതെന്റെ ഇമാജിനേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നടക്കും. അത് നമ്മുടെ ഗോഡ ആയിരിക്കും അവനെ ഫോളോ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ മിട്ടോരിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവന് സേജിനെ പേടിയല്ലേ, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഫോളോ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അവനിങ്ങനെ സ്കൂളിലേക്ക് നടന്നു വരുമ്പോഴത്തേനും നമ്മുടെ ടാക്കോക്കോനെ കാണും. അപ്പൊ ടാക്കോക്കോ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും അവള് മോഹം കാണിക്കാണ്ട് അവള് വേഗം ക്ലാസ്സിൽ കയറിപ്പോവും. അങ്ങനെ സേജി അവളെ നോക്കുമ്പോഴത്തേനും അവള് വലിയ പരിചയം കാണിക്കാത്ത പോലെ ഇരിക്കും. അപ്പൊ അവൻ ചോദിക്കും, ടാക്കോക്കോ എന്തേലും പ്രശ്നമുണ്ടോ, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ അവള് പറയേ ഒന്നുമില്ല, എന്നെ കുറച്ച് ഒറ്റയ്ക്ക് വിടുവോന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണ, എന്താ കാര്യം എന്ന് ചോദിക്കും അവൻ. അപ്പൊ അവള് പറയും, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല, നീ നിന്റെ കാര്യം നോക്കി പോകാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ സേജിക്ക് ദേഷ്യം വരും. ഓ ഞാൻ ചോദിച്ചതിൽ സോറി, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോകും. അപ്പൊ ടാക്കോക്കോയ്ക്ക് വിഷമാവും. ടാക്കോക്കോ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എന്താ എനിക്ക് അവന്റെ അടുത്ത് ഹോണസ്റ്റ് ആയിരിക്കാൻ പറ്റാത്തേന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് അവൻ നടന്നിങ്ങനെ പോകുമ്പോഴത്തേനും നമ്മുടെ ഗോഡയില്ലേ, ഗോഡ പിന്നെ അവനെ ഫോളോ ചെയ്തിട്ട് അവന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയായിരിക്കും. അപ്പൊ അവന് സേജിനെ പേടിയുള്ളതുകൊണ്ട് പതുക്കെ ആയിരിക്കും വന്ന് സംസാരിക്കും. അവൻ കാണാണ്ട് പോകും. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയോ, ഒച്ചത്തിൽ ഇങ്ങനെ വർത്താനം പറയും. അപ്പൊ സേജി തിരിഞ്ഞിട്ട് ആരാടാ നീ ചോദിക്കും. അപ്പൊ അവൻ പേടിച്ചിട്ട് എന്റെ പേര് ഗോഡ, ഞാൻ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, ഞാൻ മിഡോരിന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയും. അപ്പൊ മിഡോരി നോക്കുമ്പോ ഗോഡ എന്ന് പറഞ്ഞിട്ട് മിഡോരി നോക്കും. എന്നിട്ട് അവൻ പറയും, എനിക്ക് മിഡോരിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് നിന്റെ അടുത്ത് എന്ന് പറയും. അപ്പൊ സേജ് മിഡോരിയോ എന്ന് ചോദിക്കും. എന്നിട്ട് അവര് ഒരു ടീ ഷോപ്പിൽ പോയിരിക്കും. എന്നിട്ട് സേജ് ചോദിക്കും, എന്താ കാര്യം, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. എന്നിട്ട് അവൻ പറയും, മിഡോരി ഇല്ലേ എന്റെ ഫ്രണ്ടാണ്, അവൾക്ക് ഇപ്പൊ ഒരു ഡിസീസ് വന്നിട്ടുണ്ട്, അവളിങ്ങനെ ഫാളിൻ സ്ലീപ്പിലാണ് കിടക്കുന്നത്, അവളെ കൊണ്ട് എണീക്കാനൊന്നും പറ്റത്തില്ല. ഞാനത് നിന്നോട് പറയാൻ കാരണം അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നിന്നോട് ഭയങ്കര ക്രഷായിരുന്നു. അത് നിന്റെ അടുത്ത് വന്നിട്ട് അവള് പറഞ്ഞിട്ടില്ല, കാരണം അവൾക്ക് ഷൈ ആണ് അവൾക്ക് പറയാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്ത്. അവള് നിന്നെ ദൂരെ നിന്ന് അവള് ദിവസം നിന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുവാൻ. അപ്പൊ അവൻ ഇങ്ങനെ കുനിഞ്ഞ് മിഡോരിനെ നോക്കും. കാരണം മിഡോരി ഭയങ്കര ആക്റ്റീവ് അല്ലേ ഇവന്റെ അടുത്ത്, ഷൈ ഒന്നും കാണിക്കാറില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഷൈ ഉള്ള ഗേൾ ആണെന്നൊക്കെ പറയുമ്പോ അവൻ ഇങ്ങനെ ആലോചിക്കും, മിഡോരിനെ നോക്കും. എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, പ്ലീസ് സേജി, നിങ്ങളെ കൊണ്ട് മാത്രമേ എന്റെ മിഡോരിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും. നിങ്ങൾക്ക് എന്റെ ഒപ്പം മിഡോരിന്റെ വീട്ടിലോട്ട് വരാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കും. അപ്പൊ പെട്ടെന്ന് സേജി മിഡോരിന്റെ വീടോ, അവന് പഴയ കാര്യം ഓർമ്മ വരും. മിഡോരിന്റെ വീട്ടിൽ പോയിട്ട് അവൻ മിഡോരിന്റെ ദേഹത്ത് കയറി പിടിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് അവനെ ഓടിച്ചില്ലേ, എന്നിട്ട് അവൻ അവന്റെ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടില്ലേ, അവൻ അത് ആലോചിക്കും. എന്നിട്ട് അവൻ ഇങ്ങനെ കരുതും, ഇനി ഞാൻ എന്ത് മുഖം വെച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോവുക, എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവിടെ കയറി പോവാന്ന് അവൻ ആലോചിക്കും. എന്നിട്ട് അവൻ ആ ടേബിളിൽ ഇങ്ങനെ തല കമിഴ്ത്തി നിന്നിട്ട് പ്ലീസ് പ്ലീസ് ഞാൻ നിന്നോട് യാചിക്കുകയാണ്, മിഡോരിന്റെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അവനെ നോക്കുമ്പോ പാവം പോലെ തോന്നും. എന്നിട്ട് സേജി കുനിഞ്ഞ മിഡോരിനെ നോക്കും. നമ്മളിപ്പോ എന്താ ചെയ്യാ, അവൻ നിന്റെ കാര്യത്തിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ മിഡോരി ഇങ്ങനെ നോക്കിയിട്ട് പറയും, പറ്റില്ല, നമുക്ക് പോണ്ടാ പറയും. എന്നിട്ട് സേജി പറയും, നോക്ക് ഗോഡ, സോറി, ഞാൻ കുറച്ച് ബിസിയിലാണ്, എന്നെ കൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാന്ന് പറയും ഗോഡേന്റെ അടുത്ത് സേജി. ഗോഡയ്ക്ക് സങ്കടാവും. ഗോഡ പിന്നെയും ഒന്നും കൂടെ ചോദിക്കും, ഒന്നും കൂടെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ആലോചിക്കാൻ പറ്റുമോ, വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ സേജ് പറയും, ഇല്ല പറ്റില്ല, ഐ എം സോറി എന്ന് പറയും. എന്നിട്ട് ഗോഡ പറയും, സാരമില്ല, സോറി ഒന്നും പറയണ്ട, ഞാൻ എന്റെ റിക്വസ്റ്റ് അല്ലേ വെച്ചത്, അതിന് കുഴപ്പമില്ല പറയും. എന്നിട്ട് സേജി ചോദിക്കും, നീയും മിഡോരിയും തമ്മിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും അവൻ കയറി, ഇല്ല 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 ഇല്ല, ഞാനും മിഡോരിയും ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിക്കണത്, ഞങ്ങൾ ക്ലാസ്മേറ്റ് ആണ്, അത്രേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് സേജി പറയും, ആ എന്തായാലും മിഡോരി ഭയങ്കര ലക്കി ആയിട്ടുള്ള ഗേള് തന്നെ എന്ന് പറയും, കാരണം ഇത്രയും നല്ല ഫ്രണ്ടിനെ കിട്ടിയതല്ലേ, ഇത്രമാത്രം നീ അവളെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ അവൻ ഇങ്ങനെ ചിരിക്കും. അപ്പൊ സേജി ചോദിക്കും, ഇതിനകത്ത് ഇത്ര ചിരിക്കാൻ മാത്രം എന്താ ചോദിക്കും. അപ്പൊ അവൻ പറയും, ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അവൻ കുഡല്ലേ, അവന് പേടിയായിരുന്നു നമ്മുടെ ഗോഡയ്ക്ക്. അപ്പൊ സേജ് പറയും, ആ ഈ ടൗണിൽ എനിക്ക് അത്ര നല്ല വലിയ പേരൊന്നുമില്ല, അതിന് എനിക്കിപ്പോ ഇത്ര കാര്യമില്ല എന്ന് പറയും. എന്നിട്ട് അവൻ പറയും, എനിക്കെങ്ങാനും ചിലപ്പോ എന്നോട് ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഇടിച്ച് പരിപ്പിളക്കിയിട്ട് നിന്റെ ബൈക്കിൽ എന്നെ വെച്ച് ഓടിച്ച് നിന്റെ ബൈക്കിന്റെ പിന്നാലെ എന്നെ കയറ് വെച്ച് കെട്ടി വലിച്ചിട്ട് ഏതെങ്കിലും ബീച്ചിൽ കൊണ്ടുപോയി ഇടുകയെ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാഫിക്ക് എന്നെ വിൽക്കുകയെ, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും റൂമിനകത്ത് ഇട്ടിട്ട് എന്റെ ആക്ടിവിറ്റീസ് 24x ലൈവ് ഇട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യും
എന്നൊക്കെ ഇരുന്ന് ആലോചിച്ചു എന്ന് പറയാം അവന്റെ അടുത്ത്. അപ്പൊ നമ്മുടെ സേജിക്ക് അന്തം വിടും. എന്നിട്ട് സേജി അവിടെ കിടന്ന് കാറുപുറത്ത് മിണ്ടായിരിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, ഇല്ല, നിങ്ങൾ അങ്ങനെയുള്ള മനുഷ്യനൊന്നും അല്ല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മിട്ടോരിക്ക് എന്താ ഇഷ്ടായത് നിന്റെ അടുത്ത് നിന്ന്, നിന്നെ എങ്ങനെ കണ്ടുപിടിച്ചതെന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയും. എന്നിട്ട് അവർ ആ ടീ ഷോപ്പിൽ നിന്ന് വെളിയിൽ വരും. എന്നിട്ട് ഗോഡ പറയും, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയും. അപ്പൊ സേജി പറയും, ഓക്കെ ശരി എന്ന് പറയും. എന്നിട്ട് മിഡോരിന്റെ അടുത്ത് ഇങ്ങനെ പറയും, എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണം എന്നൊന്നും ഇല്ല, ശരിക്കും ഇങ്ങനെ നടക്കുമോന്ന് ചോദിക്കും മിഡോരിന്റെ അടുത്ത്. അപ്പൊ മിഡോരി ഇങ്ങനെ സങ്കടത്തിൽ വെളിയിൽ വന്നിട്ട് ഗോഡേനെ ഇങ്ങനെ നോക്കുമായിരിക്കും. അപ്പത്തേനും മിഡോരിയുടെ സ്കൂൾ ഡേയ്സ് ഓർമ്മ വരും. മിഡോരി വളരെ നെർവസ് ആയിരിക്കും അവളുടെ സ്കൂൾ ഡേയ്സിൽ. അപ്പൊ അവൾ ഇങ്ങനെ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേനും ഗോഡ വരും. ഗോഡ വന്നിട്ട് പറയും, വാ നമ്മൾ ക്ലാസ്മേറ്റ് ആണെന്നാ തോന്നുന്നത്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ കൂട്ടിയിട്ട് പോകും. അങ്ങനെ ക്ലാസ് തുടങ്ങുകയല്ലേ. അപ്പൊ എല്ലാവരും ഇൻട്രൊഡ്യൂസിങ് സെൽഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ബെനിക്കോ ഇല്ലേ, നമ്മുടെ മിഡോരിന്റെ ഡ്രീമിൽ വന്ന ക്ലാസ്മേറ്റ്, അവൾ ഇങ്ങനെ എണീറ്റിട്ട് അവളുടെ സെൽഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അടുത്തത് നമ്മുടെ മിഡോരി ആയിരിക്കും. മിഡോരി വളരെ നെർവസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവൾ എണീക്കുമ്പോൾ അവൾ കസേര താഴെ വീഴും. എന്നിട്ട് അവൾ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്ത് വെച്ചിട്ട് അവളെ കൊണ്ട് സംസാരിക്കാൻ അവൾക്ക് പറ്റുണ്ടാവില്ല. അവൾ പെട്ടെന്ന് പേര് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഗോഡ് അവളെ അടുത്തിരുന്ന് പറയും, നിന്നെ കൊണ്ട് പറ്റും, നീ പറ എന്നൊക്കെ പറയൂട്ടോ. എന്നിട്ട് നമ്മുടെ മിഡോരി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എന്നെ കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, എന്റെ ഫീലിങ്സ് എന്നെ കൊണ്ട് പുറത്ത് കാണിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ബെനിക്കോ വന്ന് അവളെ വിളിക്കും. അവള് പേടിച്ച് എസ് ആർ എന്ന് പറയും. അപ്പൊ ബെനിക്കോ ചോദിക്കും, നീ ഈ ലോകത്തിലെ അല്ലല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കും. എന്നിട്ട് പെട്ടെന്ന് അവിടെ രണ്ട് ഗേൾസ് വന്നിട്ട് പറയും, ഇങ്ങനെ ടെന്നീസിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട്, നമുക്ക് പോയി പേര് കൊടുക്കണം, നമുക്ക് പോവാം, അവിടെയുള്ള ഹോട്ട് സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറയും. അപ്പൊ ബെനിക്കോ പറയും, നമുക്ക് പോവാം, നമുക്ക് എല്ലാവർക്കും പോയി പേര് കൊടുക്കാന്ന് പറയാം. അപ്പൊ ബെനിക്കോ വന്നിട്ട് മിഡോരിനെ വിളിക്കും. മിഡോരി നീയും വാ എന്ന് പറയും. അപ്പൊ മിഡോരി പറയും, എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പൊ ബെനിക്കോ പറയും, നോക്ക് നമ്മൾ ഹൈസ്കൂളിലെത്തി, നമുക്ക് ഇനി കുറച്ച് വർഷം ഉണ്ടാവുള്ളൂ, നമുക്ക് അടിച്ചു പൊളിക്കണം എന്ന് പറയും. അപ്പൊ മിഡോരി പറയും, ഓക്കെ എന്ന് പറയും. എന്നിട്ട് ബെനിക്കോ അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവള് പറയും, വാ നമുക്ക് പോവാം, നമുക്ക് പോയിട്ട് മെമ്പർഷിപ്പ് കൊടുക്കാന്ന് പറയും. എന്നിട്ട് മിഡോരി നമ്മുടെ ബെനിക്കോനെ നോക്കിയിട്ട്, എന്ത് ലക്കി ആയിട്ടുള്ള ഗേളാണ്, അവള് മനസ്സിൽ വിചാരിക്കുന്നത് അവളെ കൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ അവർ ടെന്നീസിന് പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് നിൽക്കായിരിക്കും. അപ്പൊ സാധാരണ എല്ലാ ഗേൾസും പറയണ പോലെ അവിടെ ഇങ്ങനത്തെ ബോയ്സ് ഉണ്ട്, നിനക്ക് എങ്ങനത്തെ ബോയ്സിനെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ബെനിക്കോ പറയും, എനിക്ക് ഇങ്ങനെ വേണം, നല്ല മാൻലി ആയിരിക്കണം, അങ്ങനെയൊക്കെ അവളുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ മിഡോരിന്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എങ്ങനത്തെ ബോയ് ഫ്രണ്ടാണ് ഇഷ്ടം എന്ന് മിഡോരിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ മിഡോരി ചോദിക്കും, ബോയ് ഫ്രണ്ടോ എന്ന് പറയും. അപ്പൊ നമ്മുടെ ബെനിക്കോ ചോദിക്കും, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, ആരാ അത്, നീ പറഞ്ഞിട്ടുണ്ടോ അവന്റെ അടുത്ത് എന്ന് പറയും. മിഡോരി ഇങ്ങനെ സങ്കടപ്പെട്ട് പറയും, ഇല്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ ബെനിക്കോ പറയും, നിനക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് നീ കാര്യം പറയണ്ടേ, അപ്പോഴല്ലേ നിനക്ക് അവന് ഇഷ്ടമാണെന്നുള്ളത് അവനെ അറിയുള്ളൂ എന്ന് ചോദിക്കും. നമ്മൾക്ക് ഒരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, നീ അത് പറയണം, അതാണ് വേണ്ടതെന്ന് പറയും. എന്നിട്ട് നമ്മുടെ മിഡോരി പതിവ് പോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സേജിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കും. എന്നിട്ട് മിഡോരി എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കരുതും, ഇന്ന് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, ഞാൻ എന്തായാലും ബ്രേവ് ആയിട്ട് അവന്റെ അടുത്ത് പറയണം. എന്നിട്ട് അവൾ ഇങ്ങനെ മനസ്സിൽ കരുതും, ഗോഡ നിന്നെ കൊണ്ട് സാധിക്കും, നിന്നെ കൊണ്ട് പറയാൻ പറ്റും എന്ന് പറയില്ലേ, അത് പിന്നെ ബെനിക്കോ പറഞ്ഞത്, നീ എന്തായാലും നിന്റെ ഫീലിങ്സ് പറഞ്ഞേ പറ്റുള്ളൂ, എന്നാലല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ അവൾ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പത്തേനും നമ്മുടെ സേജി കയറി നടന്നു വരും. എന്നിട്ട് അവൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ സേജി അവളുടെ മുഖത്തേക്ക് നോക്കും. അപ്പത്തേനും അവൾക്ക് എല്ലാം ബ്ലാങ്ക് ആവും, അവളെ കൊണ്ട് പറയാൻ പറ്റില്ല. എന്നിട്ട് സേജി അവളെ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യും. എന്നിട്ട് അവൻ അപ്പുറത്ത് വന്ന് നിൽക്കും. എന്നിട്ട് മിഡോരി അവനെ നോക്കിയിട്ട് അവളിങ്ങനെ മനസ്സിൽ കരുതും, എനിക്ക് അവന്റെ അടുത്ത് പറയണം, എന്റെ ഫീലിങ്സ്, എന്റെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് അവന്റെ അടുത്ത് എങ്ങനെയും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. പക്ഷെ അവളെ കൊണ്ട് പറയാൻ സാധിക്കില്ല, അവൾ ഇങ്ങനെ നിൽക്കും. അവൾ ഇതൊക്കെ ഇരുന്ന് ആലോചിച്ച് തീരുമ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടാവും. സേജി അടുത്ത് കിടപ്പുണ്ടായിരിക്കും. മിഡോരി ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സേജിനെ ഇങ്ങനെ നോക്കും. അപ്പൊ സേജി എഴുന്നേറ്റിട്ട് മിഡോരിനെ നോക്കിയിട്ട്, നീ ഇന്നും ഉറങ്ങിയില്ലേ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ക്ഷീണാവെന്ന് പറയും. എന്നിട്ട് മിഡോരി എഴുന്നേക്കും. മിഡോരി പറയും, സേജി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയും. അപ്പൊ സേജ് പറയും, എനിക്ക് അത് അറിയാം, കാരണം നീ ഇത് നിറയെ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുക പറയും. കാരണം അവനെ അറിയില്ലല്ലോ അവൾ എത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ട്, അവൾ എങ്ങനെയാണ് തന്റെ ഫീലിങ്സ് ഒന്നും അവന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞ് അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവനെ അറിയില്ലല്ലോ. അപ്പൊ മിട്ടോരി പറയും, എന്നാ ശരി, എന്നാ നീ ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ സേജിനെ നോക്കിയിരിക്കും. സേജ് കിടന്നു ഉറങ്ങും. എന്നിട്ട് മിട്ടോരി ഇങ്ങനെ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ മിട്ടോരി
പതിവ് പോലെ ചന്ദ്രനെ നോക്കുമ്പോഴത്തേനും കാർമേഘം വന്ന് ചന്ദ്രനെ മൂടുന്നുണ്ടാവും, മഴ പെയ്യുന്ന പോലെ. അപ്പത്തേനും മിഡോരിക്ക് ഓർമ്മ വരും നമ്മുടെ ഗോഡ സേജിനെ വിളിച്ചത്, മിഡോരിന്റെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ. അവൻ അത്രയും റിക്വസ്റ്റ് ചെയ്ത് ബെഗ് ചെയ്തിട്ടുണ്ടായില്ലേ ചോദിച്ചിട്ടുണ്ടാവുക. അത് അവൾ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് സേജ് പറഞ്ഞതോ അവൾ ഇരുന്ന് ആലോചിക്കും, മിഡോരി വളരെ ലക്കിയാണ്, ഇത്രയും നല്ല ഫ്രണ്ട്, ഇത്രയും നല്ല കെയറിങ് ആയിട്ടുള്ള ഫ്രണ്ടിനെ അവൾക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞത് അവൾ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് അവൾ ആ ലെറ്ററിൽ താങ്ക്സ് ഗോഡ എന്നൊക്കെ പറഞ്ഞ് എഴുതും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്ത് നമ്മുടെ മിഡോരിയുടെ വീടായിരിക്കും കാണാം. മിഡോരി ഇങ്ങനെ വീട്ടിൽ കിടക്കുമായിരിക്കും, അടുത്ത അമ്മ ഇരുന്നിട്ട് കഥ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് നമ്മുടെ സ്നോ വൈറ്റിന്റെ സ്റ്റോറി ആയിരിക്കും. പ്രിൻസ് വന്ന് കിസ് ചെയ്യും, നമ്മുടെ പ്രിൻസസ് വന്ന് എണീക്കും എന്ന് പറഞ്ഞിട്ട് ആ കഥ അങ്ങനെ അവസാനിക്കും. അപ്പോൾ നമ്മുടെ മിഡോരിയുടെ അമ്മ കരയാനും തുടങ്ങും. കാരണം എങ്ങനെയും ഒന്ന് മിഡോരി എണീച്ചിരുന്നെങ്കിൽ നല്ല അമ്മ ആഗ്രഹിക്കുള്ളൂ. അത് പറഞ്ഞ് ഇങ്ങനെ മിഡോരിയെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.